1962 ഇന്ത്യ അവസാനമായിട്ട് ഒളിമ്പിക്സിൽ ഫുട്ബോളിൽ ഏഷ്യൻ ഗെയിം ഗോൾഡ് മെഡൽ നേടുന്നത്. അതിനു മുമ്പ് 1951 ഡൽഹിയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഇന്ത്യ ഗോൾഡ് മെഡൽ നേടുന്നത്. 62 ശേഷം പിന്നെ ഇന്ത്യ ഒരിക്കലും ഒരു ഗോൾഡ് മെഡലും ഇന്നേ വരെ ഫുട്ബോളിൽ നേടിയിട്ടില്ല. അന്ന് ഈ പറയുന്ന ഫുട്ബോളിനെ നയിച്ചിരിക്കുന്ന കോച്ചിന്റെ പേര് എസ്.എ. റഹീം എന്നായിരുന്നു. 1951 62 ഇന്ത്യയെ ജയിപ്പിച്ച കോച്ചിന്റെ പേരാണ് എസ്.എ. റഹീം. ഇത് എന്തിനാണ് പറയുന്നതെന്നല്ലേ, ഈ അടുത്തിടെ ഇറങ്ങിയ ഒരു പടമാണ് മൈദാൻ. അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് അജയ് ദേവഗനാണ്. പിന്നെ ഒരുപാട് പ്രിയാമണിയൊക്കെ ഉണ്ട് അതിനകത്ത്. ഒരുപാട് മറ്റുള്ള കുറേ കഥാപാത്രങ്ങളും ഇതിനകത്തുണ്ട്. ഈ പറയുന്നൊരു പടം ഈ ഒരു എസ്.എ. റഹീമിൻ്റെ ഒരു ബയോഗ്രാഫിയാണ് ഈ പടത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പടം ഇറങ്ങിയ സമയത്ത് നമ്മളെ മലയാളത്തിൻ്റെ നല്ലൊരു ഗോൾഡൻ സമയം നടക്കുകയായിരുന്നു. പോരായിട്ട് ഹിന്ദിയിൽ ഈദിൻ്റെ സമയത്തായിരുന്നു ഇറങ്ങിയത്. ബഡേമിയ ചോട്ടേമിയ എന്നൊക്കെ പറഞ്ഞ പടം ഇറങ്ങി. അതുകൊണ്ട് ഈ പടം ഒരു വാഷ് ഔട്ട് ആയിട്ടാണ് ഈ പടം അങ്ങ് പോയത്. അപ്പോൾ ഈ പടം ഞാൻ ഈ അടുത്താണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഈ പടം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിപ്പം OTT ആമസോൺ പ്രൈമിൽ ഓൾറെഡി വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മൈതാനിനകത്ത് കാണിച്ചിരിക്കുന്നത് എസ്.എ. റഹീമിൻ്റെ ഒരു കോച്ചിങ് ക്യാപ്പബിലിറ്റിയും അതേപോലെ അന്നുണ്ടായിരുന്ന ഫുട്ബോൾ താരങ്ങളുടെ എബിലിറ്റിയുമാണ് ഈ ഒരു പടത്തിനകത്ത് കാണിച്ചിരിക്കുന്നത്. തുടക്കം മുതൽ പിന്നെ അവസാനം വരെ അത്യാവശ്യം കുറച്ച് കളികളൊക്കെ കാണിച്ചിട്ടും പിന്നെ നടുക്ക് ചെറിയൊരു ലാഗിങ് ഉണ്ടായിരുന്നു. അതിന് തക്കതായ ഒരു കാരണം അതിനകത്തുണ്ട്. അത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു പടമാണ് മൈദാൻ. പിന്നെ ഇതിനകത്ത് ചില സമയത്ത് കളികൾ കാണുമ്പം പിന്നെ ഒരു എന്താ പറയുക, ഡ്രോൺ ഷോട്ടൊക്കെ കാണുമ്പം ഒരു PS പ്ലേ സ്റ്റേഷൻ കളിക്കുന്ന ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നല്ലൊരു ഡ്രാമ, ഇമോഷണൽ ഒക്കെ കണക്ട് ചെയ്തിട്ടിരിക്കുന്ന നല്ലൊരു സ്പോർട്സ് ബയോഗ്രഫിക്കൽ ഡ്രാമ തന്നെയാണ് മൈദാൻ. ചക് ദേ ഇന്ത്യ എന്ന് പറയുന്ന പടം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പടമാണ്. ഞാൻ ഒരു 5-6 പ്രാവശ്യം കണ്ടൊരു പടം തന്നെയാണത്. അതുപോലത്തെ വീണ്ടും കാണാൻ താല്പര്യമുള്ളൊരു പടം തന്നെയാണ് മൈദാൻ. ഇതിന് പുറമെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ടിരുന്ന ഒരു പടമാണ് ഘൂമർ. അഭിഷേക് ബച്ചൻ പിന്നെ അതേപോലെ ലേഡിയുടെ പേരാണ് അവർ അഭിനയിച്ചിരിക്കുന്ന പടമാണ്. അത് ക്രിക്കറ്റ് ബേസ്ഡ് ആണ്. അപ്പോൾ മൈദാൻ എന്ന് പറഞ്ഞ പടം വലിയ പിന്നെ എന്താ പറയുക, പൈസ ഒന്നും ഉണ്ടാക്കിയില്ല. സംഭവം ഒരു ഫ്ലോപ്പ് തന്നെയാണ്. പക്ഷേ IMDb റേറ്റിംഗ് ഒക്കെ 7 അടുത്ത് റേറ്റിംഗ് ഉള്ള ഒരു പടമാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പടം വാഷ് ഔട്ട് ആയി പോയിരിക്കുകയാണ്. കാരണം ആ സമയത്ത് ഈദിൻ്റെ സമയത്ത് അധികം ആൾക്കാർ പ്രത്യേകിച്ച് നോർത്ത് സൈഡിലൊക്കെ ആക്ഷൻ പടങ്ങൾ കാണാനാണ് ഒരുപാട് താല്പര്യമുണ്ട്. അപ്പോൾ അതിൽ കൂടിയിട്ട് വാഷ് ഔട്ട് ആയിരിക്കുന്ന ഒരു പടമാണ്. പക്ഷേ കാണാൻ പറ്റുകയാണെങ്കിൽ കാണേണ്ട ഒരു പടം തന്നെയാണ് മൈദാൻ. എസ്.എ. റഹീം എന്ന് പറയുന്ന കോച്ച് നയിച്ച ടീം ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് നേടിയ ടീമാണ്. അവരുടെ പെർഫോമൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള ഈ കളിക്ക് പോയപ്പം ആ സമയത്തുണ്ടായിരുന്ന കളിക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിനെ പറ്റി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസീൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ്. കാരണം അത്രയും അടിപൊളിയായിട്ട് അവർ ആ സമയത്ത് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം മൈദാൻ നല്ലൊരു പടമാണ്, മിസ് ചെയ്യരുത്. എന്തായാലും OTT വന്നിരിക്കുകയാണ്. കാണാൻ പറ്റുന്ന സമയത്ത് എന്തായാലും കാണുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ ഖാനെ കായ് പീനെ കായ് മസ്ത് ജീനെ കായ്. താങ്ക്സ് ഫ്രം Pira Talk.